യു എയിൽ നിങ്ങളൊരു എംപ്ലോയി ആവട്ടെ, എംപ്ലോയർ ആവട്ടെ, യു എയിലെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും യു എയിലെ ലേബർ ലോസ്, തൊഴിൽ നിയമങ്ങൾ. പലപ്പോഴും നമുക്ക് എംപ്ലോയി ചെയ്യേണ്ട ഡ്യൂട്ടീസ്, എംപ്ലോയർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഇതിനെക്കുറിച്ച് നമ്മൾ അവെയറാണ്. എന്നാൽ നമ്മൾ പലരും അവെയർ അല്ലാത്ത, നമുക്ക് കൂടുതലും അറിയാത്ത കുറച്ച് പോയിൻറ്റ്സാണ്, ലീഗൽ പോയിൻറ്റ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ 44-ൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഒരു എംപ്ലോയർക്ക് വിത്തൗട്ട് നോട്ടീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാവുന്ന കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. 10 കാരണങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, ഒരു എംപ്ലോയർക്ക് ഫാൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർജ്ഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കളർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയും അത് എംപ്ലോയർ ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ എംപ്ലോയി ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പുറത്താക്കാവുന്നതാണ്. രണ്ടാമത് പറയുന്നത്, കമ്പനിക്ക് വളരെ സബ്സ്റ്റാൻഷ്യൽ ലോസ് സംഭവിക്കുന്ന രീതിയിൽ, സീരിയസ് ലോസ് സംഭവിക്കുന്ന രീതിയിലുള്ളൊരു കാര്യം എംപ്ലോയി ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഡ്രൈവർ വണ്ടി കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ കാരണം വണ്ടി കൊണ്ടുപോയി ഇടിച്ച് വളരെ വലിയൊരു ലോസ് എംപ്ലോയർക്ക് സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെയും ടെർമിനേറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് പറയുന്ന കാരണം, റിപ്പീറ്റഡ് ആയിട്ട് പലതവണ എംപ്ലോയർ വാൺ ചെയ്തിട്ടും എംപ്ലോയി സേഫ്റ്റി മെഷേഴ്സ് എടുക്കാതിരിക്കുക. ഉദാഹരണം, ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ഹെൽമെറ്റ് ധരിക്കാതിരിക്കുക, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ ജാക്കറ്റ് ധരിക്കാതിരിക്കുക, ഇതൊക്കെ പലപ്പോഴും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടും ചെയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടീഷൻ ഉണ്ട്, റിപ്പീറ്റഡ് പറഞ്ഞിരിക്കണം. ഫസ്റ്റ് ഒരു നെഗ്ലിജൻസ് ആണെങ്കിൽ അതൊന്നും ഇമ്മീഡിയറ്റ് ടെർമിനേഷൻ ഉള്ള ഗ്രൗണ്ടല്ല. പലതവണ പറഞ്ഞിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാവുന്ന ഒരു കാരണമാണ്. നാലാമതായിട്ട് പറയുന്നത് പുവർ പെർഫോമൻസ്. അതായത് 2-3 തവണ വാൺ ചെയ്തിട്ടും ഒരു സെയിൽസ് സ്റ്റാഫ് തൻ്റെ ഒരു ബേസിക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാതെ വരിക, ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ പുറത്താക്കാം. അഞ്ചാമതായിട്ട് പറയുന്നത്, കമ്പനിയുടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ എസ്റ്റേറ്റിലെ ഒരു സെയിൽസ് സ്റ്റാഫ് അവരുടെ കമ്പനിയുടെ ഒരു സീക്രട്ട്, ഒരു ക്ലയൻറ്റിൻ്റെ ഇൻഫർമേഷൻ മറ്റൊരു റിയൽ എസ്റ്റേറ്റ് സ്റ്റാഫിനോട് സംസാരിച്ചു, ഡിസ്ക്ലോസ് ചെയ്തു. ഇത് എംപ്ലോയർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നോട്ടീസും കൊടുക്കാതെ പുറത്താക്കാവുന്നതാണ്. മറ്റൊന്ന്, കമ്പനിയുടെ പ്രിമൈസിൽ ഇരുന്നു കൊണ്ട് ആൽക്കഹോൾ അല്ലെങ്കിൽ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള വല്ല സബ്സ്റ്റൻസ് ഉപയോഗിക്കുക, കഞ്ചാവ് അടിക്കുക, കള്ളു കുടിക്കുക, അല്ലെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടുള്ള വല്ല ബിഹേവിയറും അല്ലെങ്കിൽ വല്ല മോശമായിട്ട് രീതിയിൽ പെൺകുട്ടികൾ പെരുമാറുക, ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കാവുന്നൊരു കാരണമാണ്. അടുത്തൊരു കാരണം, ഒരു എംപ്ലോയർക്കെതിരെ കയ്യേറ്റം ചെയ്യുക, വെർബലി അല്ലെങ്കിൽ ഫിസിക്കലി എംപ്ലോയർക്കെതിരെ കയ്യേറ്റം ചെയ്യുക, അല്ലെങ്കിൽ ഇടിക്കുക, കുത്തുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലും അതും വലിയൊരു മിസ്കണ്ടക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത്, അദ്ദേഹത്തെ പുറത്താക്കാം. മറ്റൊരു കാര്യം പറയുന്നത്, ജസ്റ്റിഫൈവബിൾ അല്ലാത്ത രീതിയിൽ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ 7 കോൺസിക്യൂട്ടീവ് ഡേയ്സ് ഒരു എംപ്ലോയി ലീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു വാലിഡ് ഗ്രൗണ്ടാണ്. അവിടെ പറയുന്നുണ്ട് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 7 ഡേയ്സ്, അങ്ങനെ അടുപ്പിച്ച് 7 ദിവസം ലീവ് ആകുകയാണെങ്കിൽ അതൊരു കാരണമാണ്. അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് അദ്ദേഹത്തിനെതിരെ അബ്സ്കോണ്ടിങ് വിടാൻ പറ്റും. 9ാമതായി പറയുന്ന കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് അമെൻമെൻറ്റിൽ വന്നൊരു റീസണാണ്. അതായത് ഒരു നമ്മുടെ പൊസിഷൻ നമ്മൾ മിസ്യൂസ് ചെയ്യുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ HR തൻ്റെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ മാത്രം റിക്രൂട്ട് ചെയ്യുക, അതും ജസ്റ്റിഫൈബിൾ അല്ലാത്ത രീതിയിൽ റിക്രൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് റീസണാണ്. ഫൈനലായിട്ട് പറയുന്ന റീസൺ എന്ന് പറയുന്നത്, ഒരു എംപ്ലോയറുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു എംപ്ലോയി മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അദ്ദേഹം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേറൊരു IT അല്ലെങ്കിൽ വേറൊരു ടീമിന് വേണ്ടി വർക്ക് ചെയ്യുക, ഇത് വാലിഡ് റീസണാണ്, ഇമ്മീഡിയറ്റ് ആയിട്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള വാലിഡ് റീസണാണ്. പലപ്പോഴും നമ്മൾ അടുക്കിലേക്ക് വരുന്ന എംപ്ലോയർ കൺസൾട്ടേഷൻ വരുമ്പോൾ ഈ റീസണൊക്കെ എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും എന്നാൽ കേസിലേക്ക് കാര്യങ്ങൾ പോകുന്ന രീതിയിലും വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു മിസ്കണ്ടക്റ്റ് എംപ്ലോയിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അത് പ്രോപ്പർ ഒരു പ്രൊസീജിയർ ഉണ്ട്, അദ്ദേഹത്തെ പുറത്താക്കാൻ ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയറിൽ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്, ഇത് ഐഡൻറ്റിഫൈ ചെയ്ത ഉടനെ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യണം. ആ ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷനിൽ എന്താണ് എംപ്ലോയിക്ക് പറയാനുള്ളതെന്നും എന്തൊക്കെയാണ് ഈ അലഗേഷനുള്ള എവിഡൻസസ് അത് കളക്ട് ചെയ്യണം. ഇപ്പോൾ CCTV ഫുട്ടേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെയിൽസ്, അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ ഉണ്ടാവാം. ഇതൊക്കെ വെച്ച് ഒരു ഇൻറ്റേർണൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്.
അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ടാക്കിക്കൊണ്ട് നമുക്ക് വന്ന ലോസുകൾ, നമുക്ക് വന്ന മറ്റ് നമ്മളെ കയ്യിലുള്ള എവിഡൻസ് ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മൊഹ്റയെ വിത്തിൻ 7 ഡേയ്സിനുള്ളിൽ നമ്മളത് ഇൻഫോം ചെയ്തിരിക്കണം. പഴയ നിയമപ്രകാരം അത് 48 hours ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് അമെൻമെൻറ്റിൽ അത് 7 days ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഹ്റയിനും ഇൻഫോം ചെയ്തു അല്ലേ. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എംപ്ലോയിക്ക് ഒരു ഫോർമലായിട്ട് റിട്ടൺ ഒരു ടെർമിനേഷൻ നോട്ടീസ് സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആ നോട്ടീസ് സേവ് ചെയ്യുന്നതോടുകൂടെ പിന്നെ നമുക്ക് വിസയുടെ ക്യാൻസലേഷൻ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. ഇതിന് ശേഷം എംപ്ലോയി ഇങ്ങനെ പുറത്താക്കപ്പെട്ട് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതുപോലെ കമ്പനിയുടെ പ്രോപ്പർട്ടി, ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിം കാർഡ്, ഫോണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് ഹാൻഡ് ഓവർ ചെയ്യണം. അത് എംപ്ലോയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചില കേസുകളിൽ സീരിയസ് മിസ്കണ്ടക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 1 year വരെ എംപ്ലോയിക്കെതിരെ ബാൻ ഇടാം. ലേബറിൽ ബാൻ ഇടാനുള്ള ഒരു പ്രൊവിഷൻ കൂടി നമുക്ക് തരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ ചില കേസുകളിൽ ഇത്തരത്തിലുള്ള ഫേക്കായിട്ടുള്ള അലഗേഷൻസ് എംപ്ലോയർ ഈ 10 റീസൺസിൽ ഏതെങ്കിലും ഒരു ഫേക്കായിട്ട് കൊണ്ടുവന്ന് അതിനെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിൽ പുറത്താക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഇത്തരം സിറ്റുവേഷനിൽ എംപ്ലോയിക്ക് ഡിഫെൻസ് എടുക്കാനുള്ള എല്ലാ റൈറ്റുകളും ഉണ്ട്. അത് നമ്മൾ മൊഹ്റയെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ മൊഹ്റയെ നമുക്ക് 14 ഡേയ്സിനുള്ളിൽ നമുക്ക് കോൾ ചെയ്ത് ഇതൊരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ്, ഒരു മീഡിയേഷൻ ടോക്കിലൂടെ സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ആ ശ്രമം ഫെയിലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് ലേബർ കോർട്ടിലേക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇതാണ് ആർട്ടിക്കിൾ 44 പറയുന്ന പ്രധാന കാര്യം.